ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ SCRT ചാപ്റ്റേഴ്സിൻ്റെ സീരീസിൽ അടുത്ത് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ, സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജന്തുവിശേഷങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിലൊരുപാട് ചോദ്യങ്ങൾ മത്സര പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ഒരു മരത്തിലേക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റഹീം പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുരുവി എന്തോ കുത്തിയെടുത്ത് പേരമരത്തിലേക്ക് പറക്കുന്ന അവൻ കണ്ടു. പലതവണ ഇത് ആവർത്തിക്കുന്നത് നിരീക്ഷിച്ചപ്പോൾ നാരുകളാണ് കുരുവി കൊണ്ടുപോകുന്നതെന്ന് റഹീമിന് മനസ്സിലായി. അപ്പോൾ എന്തിനാണ് ഇത് എന്നുള്ള ഒരു അത്ഭുതം അവനുണ്ടായി. അപ്പോൾ ഇവിടെ നോക്കാം, ഒരുപാട് ജന്തുജാലങ്ങളിവിടെ കാണാം അല്ലേ? ഒരുപാട് ജന്തുജാലങ്ങളിവിടെ കാണാം. മുട്ടയിടുന്ന മറ്റു ജീവികളോട് കൂടെ മുട്ടയിടാത്തവയുണ്ട്, പ്രസവിക്കുന്നവയുണ്ട്. അപ്പോൾ പല പല തരം ജന്തുജാലങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ പക്ഷികളിൽ പ്രധാനമായിട്ടും കോഴി, ഇതൊന്ന് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. കോഴിയുടെ ഒരു അടയിരിപ്പ് കാലം എന്ന് പറഞ്ഞാൽ 21 ദിവസമാണ്. പ്രാവിൻ്റെ 14 ദിവസം, കുരുവിയുടെ 14 ദിവസം, ഒട്ടകപ്പക്ഷി 42 ദിവസം, ലവ് ബേർഡ്സ് 22 to 25 ദിവസം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടയിരിപ്പ് കാലം, പക്ഷികളുടെ അടയിരിപ്പ് കാലം എന്ന് പറയുന്നത് കോഴിയുടെ കോഴിയുടെ 21 ദിവസമാണ്, പ്രാവിൻ്റെ 14 ദിവസം, കുരുവിയുടെ 14 ദിവസം, ഒട്ടകപ്പക്ഷി 42 ദിവസം, ലവ് ബേർഡ്സ് 22-25 ദിവസം. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? പക്ഷി നിരീക്ഷണം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിരാവിലെയും വൈകുന്നേരവുമാണ് പക്ഷി നിരീക്ഷണത്തിന് യോജിച്ച സമയം. ഒച്ചയോ അനക്കമോ ഇല്ലാത്ത ദൂരെ നിന്നും വേണം നിരീക്ഷിക്കാൻ. ഇതിനെ ബൈനോക്കുലർ ഉപയോഗിക്കാം. പക്ഷികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മരക്കൊമ്പുകളിൽ തൂക്കിയിട്ട് ചിരട്ടകളിൽ ഒരുക്കി വെച്ച പക്ഷികളെ പറമ്പിലേക്ക് ആകർഷിച്ച് നിരീക്ഷിക്കാം. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ഒരുപാട് പക്ഷികൾ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് നിറം, വലിപ്പം, ആകൃതി, ആഹാര സമ്പാദന രീതിയും കൊക്കിൻ്റെയും കാലിൻ്റെയും പ്രത്യേകതകൾ, തൂവലുകളുടെ പ്രത്യേകത, പറക്കുന്ന രീതി, ശബ്ദം, കൂടുകൾ, കാണപ്പെടുന്ന സ്ഥലം, ഇങ്ങനെ പലതരം പ്രത്യേകതകളുള്ള ഇതൊക്കെയാണ് പക്ഷികളെ നിരീക്ഷിക്കേണ്ട ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ നാം നിത്യേനെ കാണുന്ന പ്രാവ്, കാക്ക, മൈന, ചെമ്പോത്ത്, തത്ത, കുറ്റി തുടങ്ങിയ പക്ഷികളെ നിരീക്ഷിച്ച് അവരുടെ ഒരു പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നോട്ട് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ആരാണ് ഈ ഡോക്ടർ സലീം അലി? ഇതൊന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഡോക്ടർ സലീം അലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ബാഗ് ഒന്ന് ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ്? ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. നവംബർ 12 എന്താണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, അതിൻ്റെ ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. എന്താണ് ഒരു കുരുവിയുടെ പതനം? ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ആരുടെയാണ്? ഡോക്ടർ സലീം അലിയുടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആത്മകഥയാണ്. അപ്പോൾ ഡോക്ടർ സലീം അലി ലോകപ്രസിദ്ധനായ പക്ഷി നിരീക്ഷകനായിരുന്നു. ഡോക്ടർ സലീം അലി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണത്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങൾ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ഏതൊക്കെയാണ്? കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങൾ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വനം വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഈ അടയിരിപ്പ് കാലം നമ്മൾ മനസ്സിലാക്കണം. കോഴി 21 ദിവസം, പ്രാവ് 14 ദിവസം, കുരുവി 14 ദിവസം, ഒട്ടകപ്പക്ഷി 42 ദിവസം, ലവ് ബേർഡ്സ് 22-25 ദിവസം. ഓർത്തിരിക്കുക. ഇനി ഈ പക്ഷി നിരീക്ഷകനായിട്ടുള്ള ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 12. ഓർത്തിരിക്കുക. അത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഏതൊക്കെയാണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരുടെയാണ്? അത് ഡോക്ടർ സലീം അലിയുടെയാണ്. ഓർത്തിരിക്കുക. ഇനി നമുക്കിതിൽ ഈ ഒരു ഭാഗത്ത് വന്ന ചോദ്യം എന്താണ്? സാൽമൺ മത്സ്യം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു ഇനം മത്സ്യമാണ് സാൽമൺ. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളും കുത്തൊഴുക്കും ഒന്നും ഇവയെ യാത്ര തടസ്സമാകുന്നില്ല. പ്രതിസന്ധികളെല്ലാം ജീവിച്ച് നദികളുടെ പ്രഭാവസ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടുകൂടി അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടിയുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ പോകുന്നു. അപ്പോൾ സാൽമൺ മത്സ്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. അതായത് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്ന ഈ സാൽമൺ മത്സ്യം നമുക്കൊരു പ്രചോദനമാണ്. ഓർത്തിരിക്കുക. അപ്പോൾ സാൽമൺ മത്സ്യത്തിനെക്കുറിച്ച് എന്താ പറഞ്ഞാൽ? വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളും കുത്തൊഴുക്കുമൊക്കെ അവയുടെ യാത്ര തടസ്സപ്പെടുത്തുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവസ്ഥാനത്ത് മുട്ടയിട്ട് കഴിയുന്നതോടുകൂടി ഇതാവുകയാണ് ചെയ്യുക. ക്ലിയർ ആണ്.
ഇനി എന്താ പറയുന്നത്? ഓക്കെ, ഗ്രൂപ്പ് ഒന്ന് എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, ഗ്രൂപ്പ് 1 ആരൊക്കെയാണ്? ഗ്രൂപ്പ് 1 ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച. ഗ്രൂപ്പ് 2 മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി. ഗ്രൂപ്പ് 3 മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത്. അപ്പോൾ ഗ്രൂപ്പ് 1 ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടവയെ പൊതുവായി പ്രാണികൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ന് വിളിക്കാമല്ലോ. ഗ്രൂപ്പ് 1 ഓക്കെ ഇൻസെക്ട്സ് ആണ്. ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച എന്നിവയിലാണ് ഇൻസെക്ട്സ് എന്ന് വിളിക്കാം. ഗ്രൂപ്പ് 2 മത്സ്യങ്ങൾ ഒക്കെ ആണ്. ഗ്രൂപ്പ് 3 പെട്ടവ എന്താണ്? ഉരകങ്ങൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് ആണ് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് 1 ഇൻസെക്ട്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കാര്യം വരുന്നു. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞത് എന്താണ്? ഓക്കെ മത്സ്യങ്ങളാണ്. ഗ്രൂപ്പ് 3 റെപ്റ്റൈൽസ്. ഒക്കെ ഉരകങ്ങൾ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഓക്കെ ഉരകങ്ങൾ. ഇനി എന്താ പറയുള്ളത്? ഓക്കെ ഇവയുടെ ചർമ്മം വരണ്ടതും വരേണ്ട ശൽഖങ്ങളുള്ളവയുമാണ്. തവളാസ് ഒക്കെ അതിനെ സിസിലിയൻ എന്നിവ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. ഇവയെ ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നു. ഓക്കെ അപ്പോൾ ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫിബിയൻസ് എന്നറിയപ്പെടുന്നു. ആംഫിബിയൻസ് എന്ന് അറിയപ്പെടുന്നു. ഇനി എന്താ പറയാനുള്ളത്? രൂപാന്തരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ് അല്ലേ. നമുക്കറിയാം കൊതുകാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ചിത്രശലഭമാണെങ്കിലും ഒക്കെ ആ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ എന്നറിയപ്പെടുന്നത്. ലാർവകൾ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നു പോയിട്ടാണ് മാതൃജീവിയോട് സാദൃശ്യമാകുന്ന രൂപമായി മാറുന്നത്. ഇതാണ് രൂപാന്തരണം എന്നറിയപ്പെടുന്നത്. രൂപാന്തരണം. അപ്പോൾ പറഞ്ഞ കാര്യത്തിലുള്ള രൂപാന്തരം എന്ന് പറഞ്ഞാൽ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. ലാർവാസ്ഥിതിയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ളവയായി മാറുന്നു. ഇതാണ് രൂപാന്തരം എന്നറിയപ്പെടുന്നത്. നോക്ക് അപ്പോൾ എന്താ അവിടെ? മുട്ട. ഈ കൊതുകിൻ്റെ ഒരു കേസ് നോക്കെ, മുട്ടയിടുന്നു, അത് കൂത്താടിയായി മാറുന്നു. പിന്നീടാണ് അത് എന്തായിട്ട് മാറുന്നത്? കൊതുകായിട്ട് മാറുന്നത്. ഓക്കെ ഓർത്തിരിക്കുക. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് പുഴുവിനെ പോലെയാണ്. അപ്പോൾ അവിടെ ആദ്യം ലാർവ, പിന്നെ പ്യൂപ്പ അല്ലേ. നോക്കാം ഇവിടെ മുട്ടയിടുന്നു, അത് ലാർവയാണ്. ആ ലാർവയിൽ നിന്ന് പൂപ്പയുണ്ടാകുന്നു, പിന്നെ ചിത്രശലഭമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങളുടെ ശേഷമാണ് ശലഭമായി മാറുന്നത്. തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച എന്നിവർ രൂപാന്തരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് രൂപാന്തരം നടക്കുന്നത്. തേനീച്ചയുണ്ട്, പൂമ്പാറ്റയുണ്ട്, തുമ്പിയുണ്ട്, കൊതുകുണ്ട്, ഈച്ച എന്നിവയിലൊക്കെ രൂപാന്തരം നടക്കുന്നുണ്ട്. ഒരു ഇനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ കുഴിയാന എന്നത് ഒരിനം തുമ്പിയുടെ ലാർവയാണ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനൊക്കെയാണ് രൂപാന്തരമുള്ളത്. ഇതിനൊക്കെയാണ് ശലഭത്തിനുണ്ട്, അതുപോലെ തന്നെ തേനീച്ച, പൂമ്പാറ്റ, അതുപോലെ തന്നെ തുമ്പി, കൊതുക്, ഈച്ച. എന്താ ഈ രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ എന്നറിയപ്പെടുന്നത്. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ളവയായി മാറുന്നു. ഇതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. പലതരത്തിലുള്ള ശലഭങ്ങൾ, ലാർവകളുണ്ട്. ഏതൊക്കെയാണ്? അരളി ശലഭം, ഗരുഡ ശലഭം, അതുപോലെ തന്നെ കൃഷ്ണശലഭം, കൃഷ്ണശലഭം, അതുപോലെ തന്നെ മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, അതുപോലെ തന്നെ ഓക്കിലശലഭം. ഇതൊക്കെ പലതരം ശലഭങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ചില ചിത്രശലഭങ്ങളാണ് മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം തുടങ്ങിയൊക്കെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഗരുഡശലഭമുണ്ട്, കൃഷ്ണശലഭമുണ്ട്, മഞ്ഞപ്പാപ്പാത്തി ശലഭമുണ്ട്, അത് നാരകശലഭമുണ്ട്, ഓക്കിലശലഭമുണ്ട്, അരളി ശലഭമുണ്ട്. അരളി ശലഭമുണ്ട്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? എന്താണ് ഈ സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടുന്നവയാണ് സസ്തനികൾ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്ന് പറയുന്നത്. മാമൽസ്. അപ്പോൾ എന്താണ് സസ്തനികൾ? പൂച്ച, മുയൽ, പശു തുടങ്ങിയ ജീവികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണല്ലോ. അപ്പോൾ അതിനെ മാമൽസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സസ്തനികൾ എന്ന് പറയുന്നു. കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് പാലൂട്ടി വളർത്തുന്നവയാണ് മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് നോക്കെ, പശു ആണെങ്കിലും ഇതാണെങ്കിലും ഇതൊക്കെ മാമൽസിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി ഇതൊന്നൊരു ചോദ്യം വന്ന ഏരിയയാണ്. എന്താണ്? പറക്കുന്ന സസ്തനി ഏതാ ചോദിച്ചാൽ പറക്കുന്ന സസ്തനി ഏതാണ്? അത് വവ്വാലാണ്. പറക്കുന്ന സസ്തനിയാണ് വവ്വാല്. ചർമ്മബന്ധിതമായ മുൻകാലുകളെയാണ് ഇവ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. ഇനി പ്രസവിക്കാതെ മുട്ടയിടുന്ന സസ്തനികൾ ഏതൊക്കെയാണ്? പ്ലാറ്റിപ്പസും കിഡ്നയുമാണ്. കിഡ്ന. അപ്പോൾ എന്താ പറയുന്നത്? സസ്തനികൾ പൊതുവെ പ്രസവിക്കുകയാണെങ്കിലും മുട്ടയിടുന്ന ചിലതും ഇക്കൂട്ടത്തിലുണ്ട്. പ്ലാറ്റിപ്പസും കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. ഇവ എന്നിട്ട് കുഞ്ഞുങ്ങൾ എന്താണ്? പാലൂട്ടി വളർത്തുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സസ്തനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ച് പാലൂട്ടുന്നവയാണ് സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ്. പറക്കുന്ന സസ്തനിയാണ് ഏത്? വവ്വാൽ എന്നറിയപ്പെടുന്നത്. ഇനി മുട്ടയിടുന്ന സസ്തനികളാണ് ഏതൊക്കെ? പ്ലാറ്റിപ്പസും കിഡ്നയും. എന്നിട്ട് അവ പാലൂട്ടി വളർത്തുന്നു. ഓർത്തിരിക്കുക. പാലൂട്ടി വളർത്തുന്നുണ്ട്. ഇവിടുന്ന സസ്തനികളാണ്. എന്നിട്ട് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. ഓർത്തിരിക്കുക. ഇനി
ശരീരം മുറിഞ്ഞാലും പുതിയ ജീവിയായി മാറാൻ കഴിയുന്നതാണ്. ഏതൊക്കെയാണ് അത് എർത്തുവും മണ്ണിരയും അതുപോലെ തന്നെ പ്ലേനേറിയയും. മണ്ണിര അതുപോലെ തന്നെ പ്ലേനേറിയ ഒരു തരം ഒക്കെ പരന്ന വിരയാണ്. എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് വീണ്ടും പുതിയ ജീവിയായി മാറും. അതാണ് മണ്ണിരയും അതുപോലെ തന്നെ പ്ലേനേറിയ. ഓക്കെ, അതുപോലെ തന്നെ പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറയുന്ന ആരാണ്? കടൽക്കുതിരയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കടൽക്കുതിരയാണ്. പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറയുന്ന ആരാണ്? കടൽക്കുതിര. എന്തുകൊണ്ടാണ് പറയുന്നത്? മത്സ്യത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട 7 ഇഞ്ച് വലുപ്പം മാത്രമുള്ള ജീവികളാണ് കടൽക്കുതിരകൾ. പെൺ കടൽക്കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്ത് സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. ആൺ കടൽക്കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഒന്നുമില്ല, മുട്ട പെൺകുതിരകൾ ഇവയുടെ സഞ്ചിയിലിടുന്നു. ആ സഞ്ചി 40 ദിവസം, സഞ്ചിക്കുള്ളിൽ നിന്ന് 40 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒക്കെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് ഈ കടൽക്കുതിര പ്രസവിക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ പ്രസവിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറയുന്നതാണ് കടൽക്കുതിര. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവിയായി ഉണ്ടാകുന്ന ഇവിടുന്നാണ്. ആരൊക്കെയാണ്? മണ്ണിര അതുപോലെ തന്നെ പ്ലേനേറിയ ഓർത്തിരിക്കുക. മത്സ്യത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ജീവികളാണ് കടൽക്കുതിരകൾ. പെൺകടൽക്കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽക്കുതിരകളുടെ ഉദരഭാഗത്ത് സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. ആൺ കടൽക്കുതിരകൾ പ്രസവിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് പ്രസവിക്കുന്ന അച്ഛൻ എന്ന് കടൽക്കുതിരയെ വിളിക്കുന്നത്. ഇനി സഞ്ചി മൃഗങ്ങൾ ഏതാണ്? അതാണ് കങ്കാരു. സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നത്. അപ്പോൾ സഞ്ചി മൃഗങ്ങളിലെ കങ്കാരു കാണപ്പെടുന്ന വൻകര ഇതാണ്, കോണ്ടിനെൻ്റ് ഏതാണ്? അത് ഓസ്ട്രേലിയയാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള സഞ്ചിയിലാക്കി ഇവ പരിപാലിക്കുന്നു. ഇനി പ്രസവിക്കുന്ന പാമ്പ് ചോദ്യം വന്നിട്ടുണ്ട്. പ്രസവിക്കുന്ന പാമ്പ് എന്ന് പറഞ്ഞാൽ അണലിയാണ്. അങ്ങനെ തോന്നുന്നത് പാമ്പുകളിൽ അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിന് ഉള്ളിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ പാമ്പുകളിലെ അണലിയുടെ മുട്ട വിരിയുന്നത് ശരീരത്തിന് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ കുഞ്ഞുങ്ങളെ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി ഇവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. അപ്പോൾ പ്രസവിക്കുന്ന പാമ്പ് എന്ന് തോന്നുന്നതാണ്, അത് അണലിയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവിയായി മാറുന്ന പ്ലേനേറിയ, അതുപോലെ തന്നെ മണ്ണിരയാണ്. അതുപോലെ തന്നെ പ്രസവിക്കുന്ന അച്ഛൻ കടൽക്കുതിരയാണ്. സഞ്ചരിക്കുന്ന സഞ്ചിമൃഗം ഏതാണ്? അത് കങ്കാരുവാണ്. എവിടെ കാണപ്പെടുന്ന? ഓസ്ട്രേലിയയിലാണ്. പ്രസവിക്കുന്ന പാമ്പ് അണലിയാണ്. ഇനി പവിഴപ്പുറ്റുകൾ ഇതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ചോദിച്ചിട്ടുണ്ട്? അത് പവിഴപ്പുറ്റുകളാണ്. കോറൽസ്. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന പവിഴപ്പുറ്റുകളാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവിവർഗമാണത്. വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിവ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയെ സംരക്ഷിക്കേണ്ടത് പ്രാധാന്യം ബോധ്യപ്പെട്ടതിന് ശേഷം 1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റ് വർഷങ്ങളായി ആചരിക്കുകയുണ്ടായി. 1997 2008 പവിഴപ്പുറ്റ് വർഷങ്ങളായിട്ട് ആചരിച്ചത് എന്നൊക്കെയാണ്. 1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റ് വർഷങ്ങളായി ആചരിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ചോദ്യം വന്നിട്ടുണ്ട്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ്? ഓസ്ട്രേലിയ ആണ്. ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നു. ലക്ഷദ്വീപ് കോറൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപാണ്, നമുക്കറിയാം. അപ്പോൾ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളിൽ ധാരാളമായി കാണപ്പെടുന്നു, ഓർത്തിരിക്കുക. അപ്പോൾ പിന്നെന്താണ്? മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങളും ജന്തുക്കൾ നിലനിൽക്കുന്നത് പ്രതികൂലമായി ബാധിക്കുന്നു. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ജന്തുക്കളും ഇല്ലാതെ ജൈവവൈദ്യം നശിപ്പിക്കാൻ ഇടയാക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അതുപോലെ തന്നെ വയലുകളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തൽ, വിഷം കലക്കി മീൻ പിടിക്കൽ, ഇതൊക്കെ ഈ ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ഒരു SCERT സയൻസ് ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു SCERT ചാപ്റ്ററുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.